ഇപ്പം സമയം 12:12. നാളെ രാവിലെ ട്രെയിനുണ്ട് ഗൈസ്. പക്ഷേ ഞാൻ ഹലോ ഗൈസ്, അങ്ങനെ ആറ്റുനോറ്റ് കുറച്ച് ദിവസത്തേക്ക് വർക്ക് ഫ്രം ഹോം കിട്ടിയിട്ടാ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ പരിപാടി. പിന്നെ ഞാൻ ഈ കിടന്ന് പറയണത് വേറെ ഒന്നല്ല, രാത്രി 12:30 കഴിഞ്ഞിട്ടും പിറ്റേ ദിവസത്തേക്ക് പോകാനുള്ള ഒന്നും പാക്കാക്കിയിട്ടില്ല. ഇതാണ് അവസ്ഥ. അങ്ങനെ രാവിലെ 6 മണിക്കുള്ള ട്രെയിനായിരുന്നു ബുക്കാക്കിയത്. പക്ഷേ എണീറ്റത് ചെറുതായിട്ട് വൈകിപ്പോയി. 5:30 കഴിഞ്ഞിട്ട് എണീറ്റത്. വേഗം എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, ഒന്ന് കൊണ്ടാക്കടാന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ വണ്ടിയെടുത്ത് അരമണിക്കൂർ അപ്പുറമുള്ള സ്റ്റേഷനിലേക്ക് 15 മിനിറ്റ്സിലാണ് എന്നെ എത്തിച്ചത്. രാവിലെ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വേഗം എത്തി. അങ്ങനെ ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടി. നോക്കുമ്പോഴത്തേനും വൻ കാലി ട്രെയിൻ. ഇതിൽ കാണാൻ പറ്റും, ഭയങ്കര കാലി ട്രെയിനായിരുന്നു. ഞാൻ വെച്ചു ഞാൻ മാത്രമേ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഒരു ഉറക്കൊക്കെ പാസ്സാക്കി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും കോയമ്പത്തൂർ എത്തിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടുന്ന് 2 ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ടുവരുന്നു, അത് കഴിച്ചു. നോക്കുമ്പോൾ പ്രകൃതി രമണീയമായ നമ്മുടെ നാട് എത്തി. നല്ല ഭംഗിയുള്ള പാടങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാനിങ്ങനെ പോയായിരുന്നു. വീണ്ടും ഒരു ഉറക്കൊക്കെ പാസ്സാക്കി അപ്പോഴേക്കും എണീറ്റ് നോക്കിയപ്പോഴേക്കും തൃശ്ശൂർ എത്തി. അനിയൻ പിക്ക് ചെയ്യാൻ വന്നു. അവനോട് ഈ ട്രെയിനിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പോണ വഴി അമ്മയ്ക്ക് ചായക്കുള്ള കുറച്ച് കടികൾ മേടിച്ചുകൊണ്ട് ഞാൻ ദേ വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിലെത്തുന്നതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പാടമാണിത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ.